PM ശ്രീയിൽ സംസ്ഥാനത്തിന്റെ നിലപാടിനെ ന്യായീകരിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി. PM ഉഷ കേരളത്തിൽ നടപ്പാക്കിയതാണ്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇരു പാർട്ടികളും ഒരുമിച്ച് ചർച്ച നടത്തണം, കരാർ ഒപ്പിടുന്നത് അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ MA ബേബി ഒഴിഞ്ഞുമാറി. CPI-ക്കാരും CPM-നും ഒരേ നിലപാടാണെന്നും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചു. ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാൻ തടുത്തു നിർത്താൻ കഴിയും. കച്ചവടവൽക്കരണത്തിന്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിൽ ഗവൺമെന്റ് കഴിയും. ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് CPI സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്. അത് സംസ്ഥാന സെക്രട്ടറി എൻ്റെ സുഹൃത്ത് ബിനോയ് വിശ്വംഭരനും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. വളരെ നന്ദി. ഇത്രയും മതി. If both parties are having the same position opposing NEP 2020, then how come this MOU has been signed and how can we justify this? So it has to be discussed. Then I told him my party in Kerala has been discussing this issue. Then he informed me his party has been asked also to discuss with the CPI. Both parties, let them discuss in Kerala. Let us see what emerges. We will have to find a solution. PR അരവിന്ദ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. PR അരവിന്ദ്, അതായത് അനുനയ ശ്രമങ്ങളൊന്നും തന്നെയും നടന്നിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പന്ത് വീണ്ടും കേരള ഘടകങ്ങളുടെ കോർട്ടിലേക്ക് വരികയാണ്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? ഏകദേശം അരമണിക്കൂറാണ് CPI ജനറൽ സെക്രട്ടറി D രാജയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കടുത്ത അതിർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബിനോയ് വിശ്വം അടക്കം D രാജയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് MA ബേബിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് D രാജ തയ്യാറായത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിലും യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. സംസ്ഥാന നേതൃത്വങ്ങൾ ഈ വിഷയം കൂടിയാലോചിക്കുമെന്ന് മാത്രമാണ് ഇരു നേതാക്കളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദേശീയ നേതൃത്വം, കാരണം CPM ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടണമെന്നതായിരുന്നു CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം ആവശ്യം. എന്തായാലും ഈ ആവശ്യം ഇപ്പോഴും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സംസ്ഥാന നേതൃത്വങ്ങൾ ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതാണ് MA ബേബി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നേതാക്കൾ ഇതിനെ സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയെ ന്യായീകരിക്കുക കൂടിയാണ് CPM ജനറൽ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ PM ഉഷ പദ്ധതിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ഒപ്പുവെച്ചതാണ്. അപ്പോഴൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. വർഗീയ സംഘടനകൾ അല്ലെങ്കിൽ വർഗീയ വാദങ്ങളൊന്നും നടന്നില്ല എന്നതാണ് MA ബേബി ഇതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം D രാജ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഉറച്ചു, കാരണം ഈ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് CPI ഉയർത്തുന്നത്. ആ ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് D രാജ ചൂണ്ടിക്കാണിക്കുന്നത്. യോഗത്തിലും കടുത്ത അതിർത്തി D രാജ MA ബേബി അറിയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മുന്നണി മര്യാദകൾ ഒന്നും തന്നെ CPM പാലിച്ചില്ല എന്ന് D രാജ ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ നിന്നൊരു വ്യതിയാനമാണ് ഉണ്ടായെന്ന് കൂടി D രാജ MA ബേബി അറിയിച്ചിരിക്കുന്നു. അതേസമയം യാതൊരുവിധ തീരുമാനങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അരമണിക്കൂർ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇനി ഒരു മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. സംസ്ഥാന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുമെന്ന് മാത്രമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അജി, ഈ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കുകയല്ലേ ദേശീയ ഘടകങ്ങൾ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഞ്ഞുരുക്കം നടത്താൻ കൊണ്ട് ദേശീയ നേതൃത്വങ്ങൾ ഇടപെട്ടില്ല എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിച്ചുകൂടെ അരവിന്ദ്? തീർച്ചയായിട്ടും അജി, അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ആദ്യം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഈ വിഷയം CPI-യുമായി ചർച്ച ചെയ്യുമെന്ന് MA ബേബി അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തത്. അതിനുശേഷം സംസ്ഥാന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഇതുകൂടെ തന്നെ CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ആ യോഗത്തിലും സംസ്ഥാന നേതാക്കൾ അടക്കം ഈ വിഷയം ഉയർത്തിക്കാണിക്കുകയും വലിയ അതൃപ്തി, കാരണം കഴിഞ്ഞ ദിവസം നേതാക്കളുടെ അടക്കം പ്രതികരണം നമ്മൾ
കണ്ടതാണ്. ഈ വിഷയത്തിൽ CPM ദേശീയ നേതൃത്വം ഇടപെടണമെന്നതായിരുന്നു സംസ്ഥാന നേതാക്കളുടെ അടക്കം ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തെ പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു നിലപാട് തന്നെയാണ് CPM ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സംസ്ഥാന നേതാക്കൾ ഇതിൽ തീരുമാനമെടുക്കും. മാധ്യമങ്ങൾ ഒരു പ്രശ്നപരിഹാരത്തിന് സഹകരിക്കണമെന്നതാണ് CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ നടപടിയെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിക്കുക മാത്രമാണ് CPM ജനറൽ സെക്രട്ടറി ചെയ്തത്. PM ഉഷ പദ്ധതി നടപ്പിലാക്കിയപ്പോഴും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. സമാനമായ രീതിയിൽ തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വർഗീയ അജണ്ടകളൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചർച്ചകൾ അത് കേരളത്തിലുണ്ടാകും. കേരളത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുക.